പ്രജ്വൽ രേവണ്ണ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്ഷൽ സ്കാമിലെ പ്രതി ഹാസനിൽ 1 ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് പ്രവചിച്ച ഒരു എക്സിറ്റ് പോളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ ഹാസനിൽ മാത്രമല്ല, അവിടെ BJP ഇക്കുറിയും വിജയം ആവർത്തിക്കുമെന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അത് ഹൈദരാബാദിൽ, ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി നിരന്തരം മുന്നണികൾ മാറിക്കൊണ്ടിരിക്കുകയും അഴിമതി ആരോപണത്തിൽ ഇതേ BJP സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടുപിടിച്ചാൽ ആന്ധ്രാപ്രദേശിൽ താമര വിരിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ കൂടുതൽ സീറ്റുകൾ BJP സ്വന്തമാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തിന് തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകൾ ഭേദിച്ചുകൊണ്ട് BJPക്ക് താമര വിരിയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ തവണ പിടിച്ച് 29 സീറ്റിൽ നിന്ന് 55 സീറ്റുകൾ പിടിക്കുമെന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനത്തെ നമുക്ക് അവിശ്വസിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ 295 എന്ന നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സംയുക്തമായ വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോൾ, ഹരിയാനയിൽ അഗ്നിവീറിന് വേണ്ടി പ്രതിഷേധമുയർത്തുന്ന ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ, രാജസ്ഥാനിൽ രജപുത്തുകളും ഒപ്പം തന്നെ OBC വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ, എന്തിനേറെ മഹാരാഷ്ട്രയിൽ ഇതാണ് ശിവസേന, ഇതാണ് യഥാർത്ഥ ശിവസേന എന്ന് ഉദ്ധവ് താക്കറെയുടെ തോളിൽ തട്ടി വോട്ടർമാർ പ്രതികരിക്കുമ്പോൾ, ശിവസേനയുടെ മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് BJP താമര വിരിയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? എന്തിനേറെ ഗുജറാത്തിൽ പോലും ഒരു പക്ഷേ അടിപതറാവുന്ന 5 സീറ്റുകളുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ, എവിടെയാണ് BJPക്ക് 400-ലേക്ക് എത്താൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ടാവുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എക്സിറ്റ് പോളുകൾ തകർന്നടിയുകയും ഇന്ത്യ മുന്നണിയുടെ 295 സീറ്റുകൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അവശേഷിക്കുന്നത് 22 മിനിറ്റുകൾ മാത്രമാണ്. ഇന്ത്യ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിനൊടുവിൽ ഗാന്ധി ജീവിക്കണമോ ഗോഡ്സെ ജീവിക്കണമോ എന്നതാണെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു. ആ ചോദ്യത്തിന് അനുകൂലമായി വോട്ടർമാർ വിധി എഴുതിയിട്ടുണ്ടോ? അത് കേരളവും ഇന്ത്യ മുന്നണി രണ്ടായി മത്സരിച്ചുവെങ്കിലും ഇന്ത്യ മുന്നണി എന്നൊരൊറ്റ ബ്ലോക്കിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ തേരോട്ടത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കേരളത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന $1 മില്യൺ ചോദ്യത്തിന് ഉത്തരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2 നമ്പറുകൾ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. 295 എന്ന ഇന്ത്യ മുന്നണിയുടെ നമ്പർ, 350+ എന്ന NDAയുടെ എക്സിറ്റ് പോളിന്റെ കണക്കുകൾ. സുജയഭാരതി ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഡോക്ടർ അരുൺകുമാർ പറയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സുജയഭാരതി ഇപ്പോൾ ഇടപെട്ടോണം. സുജയപാർവതി ഇടപെടേണ്ട സമയത്തൊക്കെ ഇടപെടാൻ സമ്മതിക്കൂ സാർ. ഇന്നൊന്ന് ഇടപെടട്ടെ സാർ. ഇന്ന് എനിക്ക് ഇടപെട്ടേ പറ്റൂ ഉണ്ണി സാർ. അപ്പോൾ ഉണ്ണി സാർ പറഞ്ഞു മോദി ദൈവമായി വന്നു എന്ന് പറഞ്ഞു. മോദി വിയർക്കും എന്ന് പറഞ്ഞു. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും തരും സാർ. സാറിന് തരണം എന്നുള്ളത് പ്രേക്ഷകരുടെ കൂടി ആവശ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ഈ മറുപടി. ഉണ്ണി സാർ പറഞ്ഞ ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന സിംഗിൾ മാനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് BJPയും NDAയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളത് അങ്ങയുടെ നിരീക്ഷണം പൂർണ്ണമായും ശരിയാണ്. അത് വർഗീയതയൊന്നുമല്ല. 10 വർഷം കൊണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. 55 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ അതിൽ 2 മിനിറ്റ് പറഞ്ഞത് മാത്രം ചർച്ചയാക്കുന്ന അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കുള്ള മാസ് മറുപടിയായിരിക്കും ഇന്ന് നരേന്ദ്രമോദി. ഒപ്പം NDA നേടാൻ പോകുന്ന വിജയം. വോട്ടെണ്ണാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും സാർ നോക്കൂ, കമന്റുകളിൽ പോലും ഉണ്ണി സാർ പറഞ്ഞതിനോട് യോജിക്കുന്നവർ വെറും 10-ൽ താഴെ മാത്രമാണ്. രാജ്യം വിധി എഴുതുന്നതാണ്, അല്ലാതെ BJP വിധി എഴുതുന്നതല്ല. ഇതിൽ ഗിമ്മിക്കില്ല. ഇത് ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് പുറത്തു വരാൻ പോകുന്നത്. ആ ജനവിധി റിപ്പോർട്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവരൊക്കെ പറഞ്ഞതാണോ അതോ ഞാൻ പറഞ്ഞതാണോ ശരിയാവുക എന്നുള്ള മീറ്റ് ദ ഡിറ്റേഴ്സിന്റെ കൂടി വെർഡിക്റ്റാണ് വരാൻ പോകുന്നത്. അവരും ഞാനും എനിക്ക് അക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, നേരത്തെ അരുൺ പറഞ്ഞല്ലോ, പ്രജ്വൽ രേവണ്ണ ഉത്തർപ്രദേശിലെ ഗുസ്തി വനിതാ താരങ്ങളെ, രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള താരങ്ങളെ അവമാനിച്ചതായി ആക്ഷേപമുള്ള പോലീസ് കേസുള്ള ഒരു MP-യുടെ മകന് സ്ഥാനാർത്ഥിത്വം കൊണ്ട് വീണ്ടും നോക്കൂ, ഇതൊന്നും ഈ രാജ്യത്തിപ്പോൾ വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ആരോപണം വരുന്നവരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ അല്ലേ എന്താ പറയുക റേപ്പിസ്റ്റാണ്. അത്രയും ആ നിലയിലുള്ള ഒരാളെ തള്ളിപ്പറയാൻ കൂട്ടാക്കാത്ത വിധത്തിൽ അയാൾക്കൊരു പൊളിറ്റിക്കലായിട്ടുള്ള പിന്തുണ നൽകുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് യഥാർത്ഥത്തിൽ ഈ വിരിച്ചിട്ട പാത മറ്റൊന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. വർഗീയ വിഷവിത്തുക്കളുടെ പാതയിലാണ് സുജയ. അങ്ങനെ വർഗീയ വിഷവിത്തിട്ടുള്ള പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം പോലും ചർച്ച ചെയ്യപ്പെടാൻ കഴിയാത്ത വിധത്തിലേക്ക് രാജ്യം മാറിയിരിക്കുന്നുവെങ്കിൽ നമ്മളതിൽ സഹതപിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി ബ്രജ്ഭൂഷൺ സിംഗിന് മുന്നിൽ കരയേണ്ടി വന്നത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ
പറഞ്ഞ അത്ലറ്റുകളാണ്, എണ്ണം പറഞ്ഞ താരങ്ങളാണ്. അവരുടെ കണ്ണീരിനൊരു വില ഈ തിരഞ്ഞെടുപ്പ് കൊടുക്കില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതും ബ്രിജ്ഭൂഷൺ സിംഗിനെ നിർത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന്